ഇടക്കാല ജാമ്യം ലഭിച്ച അരവിന്ദ് കെജ്രിവാൾ തനിക്ക് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല, താൻ ജയിലിൽ പോയിട്ടില്ല എന്ന മട്ടിലാണ് പൊതുജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഓരോ പ്രകടനങ്ങൾ നടത്തുന്നത്. മദ്യനയ കേസിൽ ജയിലിൽ പോയ അരവിന്ദ് കെജ്രിവാളിന് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ജാമ്യം ലഭിച്ചതിന്റെ എല്ലാ സന്തോഷവും പ്രചരണവേളയിൽ കാണിക്കുന്നുമുണ്ട്. BJPയെ താഴെ ഇറക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് അരവിന്ദ് കെജ്രിവാളിനുള്ളത്. അതിനാൽ തന്നെ പലതരത്തിലുള്ള സംശയങ്ങളും പ്രചരണങ്ങളും നടത്തുന്നതിൽ യാതൊരു കുറവും വരുത്തിയിട്ടുമില്ല. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി പദത്തിൽ നിന്നും താഴെ ഇറക്കാനാണ് താൻ തിരിച്ചു വന്നതെന്നുമുള്ള പ്രസ്താവനകൾ നേരത്തെ തന്നെ ഇറക്കിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ താൻ വീണ്ടും തിരിച്ച് ജയിലിൽ പോകണമെന്ന ഭയം കെജ്രിവാളിനുണ്ട്. അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഞാൻ ജയിലിൽ പോകരുത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്യൂ. അതിനർത്ഥം ഇപ്പോൾ മറ്റൊന്നുമല്ല, താൻ എത്ര അഴിമതി കാട്ടിയാലും നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ പിടിക്കപ്പെടും. എന്നാൽ ഇന്ത്യ സഖ്യമാണെങ്കിൽ അതിൽ നിന്ന് നിസ്സംശയം പുറത്തു വരാൻ സാധിക്കുമെന്ന ബോധ്യമുള്ളതുകൊണ്ടാണ്. അഴിമതികളിലും കള്ളപ്രചാരണങ്ങളിലും കേജ്രിക്ക് കൂട്ടുപിടിക്കാൻ ഇന്ത്യ സഖ്യം തന്നെയാണ് ഏറ്റവും നല്ലത്. വെല്ലുവിളികളും പരിഹാസങ്ങളുമാവാം താൻ എല്ലാം തികഞ്ഞ നേതാവാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു പാർട്ടി പ്രവർത്തകനാണെങ്കിൽ. അഴിമതി മാത്രം ലക്ഷ്യം കണ്ട് പ്രവർത്തിക്കുന്ന കെജ്രി താങ്കൾക്ക് പ്രധാനമന്ത്രിയെ താഴെ ഇറക്കാൻ കഴിയില്ല. ഇത്ര ആത്മവിശ്വാസം നന്നല്ല. ഇത് നരേന്ദ്രമോദിയാണ്, അല്ലാതെ അമേഠിയിൽ നിന്നും റായ്ബറേലിയിലേക്ക് പേടിച്ചോടുന്ന ഭീരുവല്ല. അരവിന്ദ് കെജ്രിവാൾ എന്ന പേര് മാറ്റി കറപ്ഷൻ വാൾ എന്നാണ് വിളിക്കേണ്ടതെന്ന് BJP നേതാവും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞിരിക്കുകയാണ്. അഴിമതിയിൽ സകല റെക്കോർഡുകളും തകർത്തിരിക്കുന്നു. ആം ആദ്മി പാർട്ടിയിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനായി കെജ്രിവാൾ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത്.